കഥയെ ആരംഭിക്കുന്നത് ഒരു സംഭാഷണത്തിൽ നിന്നുമാണ്. ചെറിയൊരു പെൺകുട്ടി ഒരു ഓഫീസറോട് സംസാരിച്ചു കൊണ്ടിരിക്കുന്നു. സംസാരത്തിൽ നിന്നൊരു കാര്യം വ്യക്തമാകുന്നുണ്ട്. ആ ചെറിയ പെൺകുട്ടി വന്നിരിക്കുന്നത് രണ്ട് മൃതദേഹങ്ങൾ സ്വീകരിക്കാനും ഐഡന്റിഫൈ ചെയ്യാനും വേണ്ടിയിട്ടാണ്. അതും സ്വന്തം സഹോദരങ്ങളുടെ മൃതദേഹങ്ങൾ. കഥ അവിടെ നിന്നും നാളുകൾ മുമ്പിലേക്ക് പോകുന്നു. കുറച്ച് കുട്ടികൾ ഓരോ ജോലികളിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. സോപ്പ് പൊതിയുക, സാധനങ്ങൾ പാക്ക് ചെയ്യുക എന്നിങ്ങനെയാണ് ജോലികൾ. അവരുടെ ആ ജോലിക്ക് പിന്നിൽ മറ്റൊരു കാരണം കൂടിയുണ്ട്. ജോലി ചെയ്താൽ അവർക്ക് ചെറിയൊരു തുക പ്രതിഫലം ലഭിക്കും. അതുകൊണ്ട് വേണം അവരുടെ വിശപ്പ് മാറ്റുവാൻ. ആ കൂട്ടത്തിൽ ചെറിയൊരു പയ്യനുണ്ടായിരുന്നു. അയ്യൂബ് എന്നാണ് അവന്റെ പേര്. അയ്യൂബിന്റെ സഹോദരി അമീനയും അവിടെ ജോലിയെടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്. അങ്ങോട്ടേക്ക് അവരുടെ സഹോദരൻ കടന്നു വന്നു. മാഡി എന്നായിരുന്നു അവന്റെ പേര്. മാഡി അംഗവൈകല്യം ബാധിച്ച ഒരു പയ്യനാണ്. ആ സഹോദരന് വേണ്ടിയിട്ടായിരുന്നു അയ്യൂബും അമീനയും സിറ്റിയിൽ വന്ന് ആ ജോലികളിൽ ഏർപ്പെടുന്നത് പോലും. മാഡിക്ക് മരുന്ന് വാങ്ങണം, ഇല്ലെങ്കിൽ അവൻ മരണത്തിന് കീഴ്പ്പെട്ടേക്കാം. ശസ്ത്രക്രിയയുടെ ആവശ്യങ്ങളുമുണ്ട്. ഗ്രാമത്തിൽ നിന്നും പല ജോലികൾക്കായി അവിടെ എത്തിയ നിരവധി കുട്ടികളുണ്ടായിരുന്നു. ചെറിയ തുകയ്ക്ക് എന്ത് ജോലിയും ചെയ്യാൻ അവർ തയ്യാറാണ്. ജീവിതം അത്രമേൽ അവരെ പ്രയാസപ്പെടുത്തുന്നുണ്ട്. അന്നത്തെ ജോലി കഴിഞ്ഞ് പ്രതിഫലം വാങ്ങാൻ അയ്യൂബ് നിൽക്കുകയായിരുന്നു. അമേന അയ്യൂബിനെ വിളിച്ചു. ഗ്രാമത്തിലേക്ക് പോവാനുള്ള വണ്ടി തയ്യാറായിട്ട് നിൽക്കുന്നു. ഇനിയും വൈകിയാൽ വണ്ടി പുറപ്പെടും. അയ്യൂബ് ഒന്നുകൂടി കാത്തുനിന്നു. പ്രതിഫലം കിട്ടാതെ പോവാൻ പറ്റില്ല. കയ്യിൽ പ്രതിഫലം കിട്ടിയതും അവനോട് വണ്ടിയിൽ കയറി. ആ ട്രക്ക് കുട്ടികളുമായി മുമ്പോട്ടേക്ക് ചലിച്ചു. പോകുന്ന വഴിയിൽ കുട്ടികളൊക്കെ സന്തോഷത്തിലാണ്. അവർ പാട്ടുപാടുകയും കഥ പറയുകയും ചിരിക്കുകയും ഒക്കെ ചെയ്യുന്നു. ഡ്രൈവർ വണ്ടി ഓടിച്ചുകൊണ്ടിരുന്നു. മോശം റോഡിലൂടെയൊക്കെ വണ്ടി സഞ്ചരിക്കുന്നുണ്ട്. ഈ സമയം ഡ്രൈവർ തലേന്ന് നടന്നൊരു കാര്യം പറഞ്ഞു. ഇന്നലെ ഒരു പൊട്ടിത്തെറിയിൽ ചില ആളുകൾ കൊല്ലപ്പെട്ടിട്ടുണ്ട്. പ്രത്യേകിച്ചും ടയർ കള്ളക്കടത്തൽ ചെയ്തുകൊണ്ടിരുന്ന വ്യക്തികളെ മരണപ്പെട്ടത്. അത് കേട്ടതും അമേന പെട്ടെന്ന് വല്ലാതായി. അവരുടെ പിതാവിനും ടയറുകൾ കള്ളക്കടത്ത് ചെയ്യുന്നതാണ് ജോലി. യാത്രയും മറ്റും മാഡിയെ വല്ലാതെ അവശനാക്കുന്നുണ്ടായിരുന്നു. മാഡിക്ക് എത്രയും വേഗം മരുന്ന് വേണം. മാഡിയെ സഹോദരങ്ങൾ ചേർന്ന് ആശ്വസിപ്പിച്ചു. കുറച്ചു ദൂരം കൂടി പിന്നിട്ടതും ഡ്രൈവർ വണ്ടി നിർത്തി. പുറകിലേക്കൊരു ചാക്കുകെട്ടെത്തിച്ചു. ചാക്കുകെട്ടിൽ കുറച്ച് വസ്തുക്കളുണ്ട്. ആ വസ്തുക്കൾ കുട്ടികൾ അവരുടെ ശരീരത്തിൽ ഒളിപ്പിക്കണം. അങ്ങനെ ചെയ്താൽ അവർക്ക് വണ്ടിക്കാശ് കൊടുക്കണ്ട. വാഹനം വീണ്ടും മുന്നിലേക്ക് ചലിച്ചു. ഒടുവിൽ ചെക്ക് പോസ്റ്റിലെത്തി. ഗാർഡുകൾ വണ്ടിയിൽ എന്താണുള്ളത് എന്ന് ഡ്രൈവറോട് തിരക്കി. വണ്ടിയിൽ ഒന്നുമില്ലെന്നും കുട്ടികളെത്താൻ തിരികെ ഗ്രാമത്തിലേക്ക് കൊണ്ടുപോവുകയാണ് എന്നുമായിരുന്നു ഡ്രൈവറുടെ മറുപടി. പക്ഷേ ഗാർഡുകൾക്ക് ചെറിയ സംശയങ്ങൾ തോന്നിയിരുന്നു. വണ്ടിയിൽ നിന്ന് കുട്ടികളെ ഇറക്കിയ ഗാർഡുകൾ അവരുടെ ശരീരം പരിശോധിച്ചു. ശരീരത്തിൽ ഒളിപ്പിച്ചു വെച്ചിരുന്ന സെറ്റിൽ നിന്ന് കൊണ്ടുവന്ന വസ്തുക്കൾ അവർ കണ്ടുകിട്ടി. കുട്ടികളെ അവർ പറഞ്ഞയച്ചെങ്കിലും വണ്ടിയും മറ്റും അവർ പിടിച്ചുവെച്ചു. കുട്ടികളെല്ലാവരും ഒരുമിച്ച് അവിടെ നിന്ന് ഗ്രാമത്തിലേക്ക് ഓടി. മഞ്ഞു പെയ്യുന്നുണ്ട്. മഞ്ഞു മലകളിലൂടെ വേണം പോകാൻ. തണുപ്പുകൊണ്ട് കുട്ടികൾ അവശരാകുന്നുണ്ടായിരുന്നു. മാഡിക്കാണെങ്കിൽ തീരെ വയ്യ. അമീനയും അയ്യൂബും ഒരു സ്ഥലത്ത് മാഡിയെ ഇരുത്തി കയ്യിലുള്ള മരുന്നിൽ നിന്ന് കുറച്ചവന് കൊടുത്തു. അവിടെങ്ങും വെള്ളം പോലും ഉണ്ടായിരുന്നില്ല. മാഡിക്ക് മരുന്ന് കഴിക്കുവാൻ വേണ്ടി കുറച്ച് സ്നോ പോലും എടുത്തു കഴിക്കേണ്ടി വന്നു. കുറച്ചു നേരത്തെ ആ നിശ്ചലാവസ്ഥയ്ക്ക് ശേഷം അവർ വീണ്ടും തങ്ങളുടെ യാത്ര തുടർന്നു. അവരങ്ങനെ നടന്ന് ഗ്രാമത്തിലേക്ക് എത്തിച്ചേർന്നു. അവിടെ നാട്ടുകാരൊക്കെ ഒരുമിച്ച് കൂടിയിട്ടുണ്ട്. വാപ്പയെന്ന് വിളിച്ചുകൊണ്ട് ഒരു പെൺകുട്ടി അങ്ങോട്ടേക്ക് ഓടിയെത്തുന്നുണ്ടായിരുന്നു. കരഞ്ഞുകൊണ്ടാണ് അവളുടെ വരവ്. റോജിൻ എന്നായിരുന്നു അവളുടെ പേര്. അവൾ വല്ലാതെ കരഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. അമീനയും അയ്യൂബും അങ്ങോട്ടേക്ക് എത്തി. റോജിനിൽ നിന്ന് ഏറെ ദുഃഖം നിറഞ്ഞ ആ വാർത്തയറിഞ്ഞു. അവരുടെ പ്രിയപ്പെട്ട പിതാവ് തലേ ദിവസത്തെ ബ്ലാസ്റ്റിൽ കൊല്ലപ്പെട്ടിരിക്കുന്നു. എപ്പോഴും അമീനയുടെ ഉള്ളിലുണ്ടായിരുന്ന ആ ഭയം സത്യമായി മാറിയിരിക്കുന്നു. അവരുടെ പിതാവിനെ അവർക്ക് നഷ്ടപ്പെട്ടിരിക്കുന്നു. അന്ന് മുഴുവൻ ആ കുട്ടികൾ ദുഃഖത്തിലായിരുന്നു. 3 പേരും ആ ദിവസം മുഴുവൻ അവിടെ കഴിച്ചു കൂട്ടി. രാത്രിയോടെ അവരുടെ അങ്കിൾ വന്നു. അങ്കിൾ അവരോടായി സംസാരിച്ചു. നിങ്ങളുടെയൊന്നും ഉത്തരവാദിത്വം ഏറ്റെടുക്കാൻ എന്നെ കൊണ്ട് നിർവാഹമില്ല. ഒരു കാര്യം ചെയ്യണം. അയ്യൂബ് പഠിത്തം നിർത്തട്ടെ, എന്നിട്ട് കുട്ടികളെയൊക്കെ നോക്കട്ടെ. അയ്യൂബിന് ഒരു എതിർപ്പുമുണ്ടായിരുന്നില്ല. തന്റെ സഹോദരങ്ങൾക്ക് വേണ്ടി പൂർണ്ണ മനസ്സോടെ അവൻ തന്റെ പഠനം ഉപേക്ഷിച്ചു. കിട്ടുന്ന കഠിനമായ എന്തു ജോലിയും ചെയ്തു. തന്റെ സഹോദരങ്ങളെ പഠിപ്പിക്കുന്നതും അവർക്ക് ഭക്ഷണം കൊടുക്കുന്നതും തന്റെ ഉത്തരവാദിത്തമായി അയ്യൂബ് കരുതി. ഒരു ദിവസം അയ്യൂബ് മരം മുറിച്ച് ജോലി തീർത്ത് വരുന്ന വഴിയിൽ ഗ്രാമത്തിലെ ഡോക്ടറെ കണ്ടു. ഡോക്ടർ എത്രയും വേഗം മാഡിക്കെടുക്കേണ്ടുന്ന ഒരു ഇഞ്ചക്ഷനെ പറ്റി പറഞ്ഞു. മാഡി എവിടെ നോക്കിയിട്ട് കണ്ടില്ലല്ലോ എന്നും കൂട്ടിച്ചേർത്തു. അയ്യൂബ് ഉടൻ മാഡിയെ അന്വേഷിച്ചു. എത്തിയപ്പോഴാണ് അറിയുന്നത് അമേന മാഡിയെയും കൂട്ടി പാരന്റ്സിന്റെ കബറിടത്തിൽ പോയിരിക്കുകയാണ്. പാരന്റ്സിന്റെ കബറിടത്തിലിരുന്ന് അമേന മാഡിക്കൊപ്പം പ്രാർത്ഥിക്കുകയായിരുന്നു. മാഡിയുടെ അസുഖം ഭേദമാവാനും അവൻ സുഖപ്പെടാനും അമേന ദൈവത്തോട് പ്രാർത്ഥിച്ചു. ആ നിമിഷത്തിൽ എന്തു ചെയ്യാൻ
ചെയ്യണം എന്ന് മാഡിക്ക് അറിവുണ്ടായിരുന്നില്ല. മാഡിയാകട്ടെ അമേനയെ നോക്കിക്കൊണ്ടിരുന്നു. പിന്നാലെയാണ് അയ്യൂബ് അങ്ങോട്ടേക്ക് എത്തുന്നത്. അമേന മാഡിയെ അങ്ങോട്ടേക്ക് കൊണ്ടുവന്നതിൽ അയ്യൂബിന് ദേഷ്യം തോന്നുന്നുണ്ടായിരുന്നു. അമേനയെ അയ്യൂബ് വഴക്ക് പറഞ്ഞു. തല്ലാൻ വരെ കൈയോങ്ങി. പിന്നാലെ മാഡിയെയും എടുത്തുകൊണ്ട് വേഗം തിരികെ വീട്ടിലേക്ക് പോന്നു. പിന്നാലെ ഡോക്ടറുടെ അടുത്തേക്കും അയ്യൂബ് മാഡിയെ എത്തിച്ചു. ഡോക്ടർ മാഡിയെ പരിശോധിച്ച് ആവശ്യമായ ഇഞ്ചക്ഷൻ നൽകി. അയ്യൂബ് തിരികെ പോവാൻ നിൽക്കുമ്പോ ഡോക്ടർ അയ്യൂബിനെ വിളിച്ചു. മാഡിയെ മാറ്റി നിർത്തി അയ്യൂബ് ഡോക്ടറുടെ അടുത്തേക്ക് ചെന്നു. ഡോക്ടർ പറഞ്ഞു, ഇങ്ങനെ ഇഞ്ചക്ഷൻ എടുത്തുകൊണ്ടിരുന്നിട്ട് കാര്യമൊന്നുമില്ല. നിന്റെ അങ്കിളുമായി ഞാൻ സംസാരിച്ചിരുന്നു. 4 ആഴ്ചയ്ക്കുള്ളിൽ മാഡിയുടെ ഓപ്പറേഷൻ നടത്തണം. ഇല്ലെങ്കിൽ അവന്റെ ജീവന് തന്നെ അപകടമാണ്. അയ്യൂബ് തന്റെ കഷ്ടപ്പാടും ഓപ്പറേഷന് പണമില്ലാത്തതും അവസ്ഥകളുമൊക്കെ ഡോക്ടറോട് വിശദീകരിച്ചു. ഡോക്ടർ പറഞ്ഞു, ഒക്കെ നിന്റെ ഇഷ്ടം, എല്ലാം നിന്റെ കയ്യിലാണ്. നീ തീരുമാനമെടുക്കണം. ഓപ്പറേഷൻ ചെയ്താൽ കൂടിയും 7-8 മാസം കൂടിയേ ഒരുപക്ഷെ മാഡി ജീവിച്ചിരിക്കാൻ സാധ്യതയുള്ളൂ. അറിയാലോ, അവന്റെ രോഗം ഒരിക്കലും സുഖപ്പെടില്ലാത്തതാണ്. മനസ്സ് നിറയെ വലിയ ഭാരവുമായിട്ടായിരുന്നു അയ്യൂബ് അന്ന് വീട്ടിലേക്ക് മടങ്ങിയത്. ഡോക്ടർ പറഞ്ഞ വാക്കുകൾ അവനെ വല്ലാതെ വേദനിപ്പിക്കുന്നുണ്ട്. വീട്ടിലെത്തിക്കഴിഞ്ഞ് കുട്ടികൾ ഓരോരുത്തരും ഓരോ ജോലികളിലേക്ക് കടന്നു. റോജിൻ ഭക്ഷണമുണ്ടാക്കി മാഡിക്കും മറ്റും കൊടുക്കാൻ തുടങ്ങിയപ്പോ അമേന പഠിക്കുകയായിരുന്നു. അയ്യൂബ് വീട്ടിലെ ഓരോ കാര്യങ്ങൾ നോക്കുന്നു. അമേന അങ്ങനെ ഇരുന്ന് പഠിക്കുന്നത് കണ്ടതും അയ്യൂബിന് ദുഃഖം തോന്നി. നേരത്തെ അവളെ വഴക്ക് പറയുകയും തല്ലുകയും ചെയ്തല്ലോ. അവളുടെ അടുത്തെത്തി അയ്യൂബ് സ്നേഹത്തോടെ പെരുമാറി അവളോട് സോറി പറഞ്ഞു. അമേനയ്ക്ക് തന്റെ ഇക്കാക്കയോട് വിഷമമൊന്നും ഉണ്ടായിരുന്നില്ല. അവൾ അയ്യൂബിന്റെ കവിളിൽ ഒരു ഉമ്മ കൊടുത്തു. ഉണക്കറൊട്ടി മാത്രമായിരുന്നു അവർക്ക് ഭക്ഷണമായിട്ടുണ്ടായിരുന്നത്. അവർ അത് കഴിച്ച് വിശപ്പടക്കി. അടുത്ത ദിവസം അയ്യൂബ് ജോലിക്കായി പുറപ്പെട്ടു. കുടുംബം മുമ്പോട്ടേക്ക് പോവാൻ കൂടുതൽ പണം വേണം. അയ്യൂബ് ചെയ്യുന്ന ചെറിയ ജോലികൾ കൊണ്ട് അതിന് സാധിക്കില്ല. അങ്കിളായിരുന്നു അവനെ കൂട്ടിക്കൊണ്ടുപോയത്. അയ്യൂബിന്റെ വാപ്പയ്ക്ക് ടയർ സ്മഗ്ലിംഗ് ആയിരുന്നല്ലോ ജോലി. ആ ജോലി അയ്യൂബിന് കൊടുക്കണം. അവനത് ചെയ്തോളും എന്നവിടുത്തെ പ്രധാനിയോട് അങ്കിൾ പറഞ്ഞു. പക്ഷേ ചെറിയ പയ്യനായ അയ്യൂബിന്റെ കാര്യത്തിൽ പ്രധാനിക്ക് സംശയമുണ്ടായിരുന്നു. പക്ഷെ അയ്യൂബിന്റെ അങ്കിളാകട്ടെ അദ്ദേഹത്തോട് പലതരത്തിൽ ഓരോ കാര്യങ്ങളും എടുത്തെടുത്ത് പറഞ്ഞ് ഒടുവിൽ അദ്ദേഹത്തെ കൊണ്ട് സമ്മതിപ്പിച്ചു. അയ്യൂബിന്റെ മാതാപിതാക്കൾ മരണപ്പെട്ടു. അവന്റെ കുടുംബം മുഴുവൻ അവന്റെ ചുമലിലാണ്. അവന്റെ ഇളയ സഹോദരന് വൈകാതെ ഒരു ഓപ്പറേഷൻ പോലും വേണം. നിങ്ങൾ സഹായിച്ചില്ലെങ്കിൽ ആ കുട്ടികളടക്കം മരണപ്പെടും എന്ന് പറഞ്ഞപ്പോഴായിരുന്നു പ്രധാനി സമ്മതിച്ചത്. പ്രധാനി അയ്യൂബിനെ അടുത്തേക്ക് വിളിച്ചു. എന്നിട്ട് ചോദിച്ചു, ജോലി നല്ല ഭാരമുള്ളതായിരിക്കും, നിന്നെക്കൊണ്ടിത് ചെയ്യാൻ പറ്റുമോ? ചെയ്യാൻ പറ്റുമെന്ന് അയ്യൂബ് മറുപടി പറഞ്ഞു. പിന്നാലെ പ്രധാനി മറ്റൊരാളെ വിളിച്ചു വരുത്തി. അയ്യൂബിന് വേണ്ട കാര്യങ്ങൾ പഠിപ്പിച്ചു നൽകാനും ജോലിയുടെ കാര്യങ്ങൾ പറഞ്ഞുകൊടുക്കാനും പറഞ്ഞു. അവിടെ കുറെ കുതിരകളുണ്ടായിരുന്നു. കുതിരകളാണ് ടയർ കൊണ്ടുപോകുന്നത്. ഇതേ സമയം മനുഷ്യർ മറ്റു ചില വസ്തുക്കൾ ചുമന്നുകൊണ്ടുപോകും. അത്രമേൽ ഭാരവും വഹിച്ചുകൊണ്ട് കുതിരകൾക്ക് കുറെ ദൂരം സഞ്ചരിക്കാനുണ്ട്. അതുകൊണ്ട് യാത്ര പുറപ്പെടുന്നതിനു മുമ്പേ കുതിരകൾക്ക് വെള്ളം കൊടുക്കുമ്പോൾ അതിൽ ആളുകൾ മദ്യം കലർത്തിയിരുന്നു. മദ്യത്തിന്റെ മതോന്മത്തയിൽപ്പെട്ട് കുതിരകൾ പ്രശ്നമില്ലാതെ കൂടുതൽ ദൂരം സഞ്ചരിക്കും. അതിനായിരുന്നു അത്. കുർദിഷ് മേഖലയിൽ നിന്ന് മലനിരകളിലൂടെ അവരെല്ലാവരും കുതിരകളുമായി ഇറാഖിലേക്ക് പുറപ്പെട്ടു. കണ്ണെത്താ ദൂരത്തോളം മലനിരകളാണ്. എങ്ങും മഞ്ഞ് പുതച്ചു കിടക്കുന്നു. മറ്റൊരു ജീവജാലത്തെയും അവിടെ കാണാൻ പോലുമില്ല. യാത്ര മുന്നിലേക്ക് പോയിക്കൊണ്ടേയിരുന്നു. അയ്യൂബ് ചെറിയ പയ്യനാണല്ലോ. ആദ്യമായാണ് ആ ജോലി നോക്കുന്നതും. കുറച്ചു ദൂരം സഞ്ചരിച്ചതും അവന് വയ്യാതായി. അവൻ അവിടെ ഇരുന്ന് കുറച്ചു നേരം വിശ്രമിച്ചു. വീണ്ടും തന്റെ യാത്ര തുടങ്ങി. മുന്നിലേക്ക് ചെല്ലുമ്പോ കുറച്ചാളുകൾ എന്തോ പ്രശ്നമുണ്ടാക്കുന്നുണ്ടായിരുന്നു. സംഭവം എന്തെന്നാൽ സാധനങ്ങൾ വാങ്ങാനെത്തിയ ഇറാഖിലെ ആളുകൾ കൃത്യമായ പണം കൊടുക്കാൻ തയ്യാറല്ല. അവർ കൃത്യമായ പ്രതിഫലം നൽകുന്നുമില്ല. കാര്യങ്ങൾ കയ്യാങ്കളിയിലേക്ക് നീങ്ങിയിരിക്കുകയാണ്. എന്ത് ചെയ്യണമെന്ന് അയ്യൂബിന് ഒരു പിടുത്തവുമുണ്ടായിരുന്നില്ല. അയ്യൂബ് പറഞ്ഞേൽപ്പിച്ച പോലെ അവൻ കൊണ്ടുവന്ന വസ്തുക്കൾ കൃത്യസ്ഥലത്തെത്തിച്ചു. പക്ഷേ അവന് പ്രതിഫലം കിട്ടിയില്ല. അവിടെ ചെറിയൊരു ഷോപ്പുണ്ടായിരുന്നു. അയ്യൂബിന് നന്നായി വിശക്കുന്നുണ്ട്, ദാഹിക്കുന്നുണ്ട്. അവൻ ആ ഷോപ്പിലെത്തി. അവിടെ മറ്റൊരു പയ്യനിരിക്കുന്നുണ്ടായിരുന്നു. അയ്യൂബ് ആ പയ്യന്റെ അടുത്ത് വന്ന് പറഞ്ഞു, എനിക്ക് നല്ല വിശപ്പുണ്ട്, ദാഹമുണ്ട്. പക്ഷേ എന്റെ കയ്യിൽ ഇപ്പോൾ പണമൊന്നുമില്ല. അത് കുഴപ്പമില്ല, ഞാൻ നോക്കിക്കോളാം. നീ ആവശ്യത്തിന് കഴിച്ചോളൂ. നിന്റെ കയ്യിൽ പണമുള്ളപ്പോൾ തന്നാൽ മതി. ആ പയ്യൻ പറഞ്ഞു. അയ്യൂബ് ചായയും കുടിച്ച് അവിടെ നിന്നിറങ്ങി. രാത്രിയോടെയായിരുന്നു അവൻ വീട്ടിലെത്തിച്ചേർന്നത്. പുറത്തപ്പോഴും മഞ്ഞു പെയ്യുന്നുണ്ടായിരുന്നു. അവിടെത്തിയ അയ്യൂബിനോട് സഹോദരി റോജിൻ ചോദിച്ചു, ഇക്കാക്ക പണം കിട്ടിയോ? എനിക്കിന്നൊന്നും കിട്ടിയില്ല, നാളെ പണം കിട്ടും. അതായിരുന്നു അയ്യൂബിന്റെ മറുപടി. അന്ന് രാത്രി അവർക്ക് കഴിക്കാനൊന്നും ഉണ്ടായിരുന്നില്ല. കുട്ടികൾ വിശന്ന് കിടന്നുറങ്ങിപ്പോയിരുന്നു. മാഡിക്ക് വിശന്നിട്ടുറക്കം വരുന്നുണ്ടായിരുന്നില്ല. അവൻ എഴുന്നേറ്റിരുന്നു. ഭിത്തിയിൽ അർണോൾഡിന്റെ ഒരു ഫോട്ടോ ഉണ്ട്. ആ ഫോട്ടോയിലേക്ക് അവൻ ഉറ്റുനോക്കിക്കൊണ്ടിരുന്നു. വിശപ്പിന്റെ കാര്യം പോലും പറയാൻ എന്തുകൊണ്ടോ മാഡിക്ക് പറ്റുന്നുണ്ടായിരുന്നില്ല.
അടുത്ത ദിവസം അമേന സ്കൂളിൽ പോയി. പക്ഷെ അവളുടെ നോട്ട്ബുക്ക് എഴുതി തീർന്നിരുന്നു. അയ്യൂബിനോട് അവൾ പറഞ്ഞിരുന്നതാണ്. പക്ഷേ പണം കിട്ടാതെ എവിടെ നിന്ന് നോട്ട്ബുക്ക് വാങ്ങാൻ അമേന ദുഃഖിതയായിട്ടിരിക്കുകയായിരുന്നു. പക്ഷേ കൃത്യസമയത്ത് എവിടെ നിന്നോ പണമുണ്ടാക്കി ഒരു നോട്ട്ബുക്കും വാങ്ങി അയ്യൂബ് അങ്ങോട്ടേക്ക് എത്തി. എത്രയൊക്കെ താൻ കഷ്ടപ്പെടുന്നുണ്ടെങ്കിലും തന്റെ സഹോദരി പഠിക്കണമെന്നും മികച്ച രീതിയിൽ മുന്നിട്ട് വരണം എന്നും അയ്യൂബ് ആഗ്രഹിച്ചിരുന്നു. അവിടെ നിന്നും അയ്യൂബ് വീണ്ടും ജോലിക്കായി പോയി. കള്ളക്കടത്ത് ചെയ്ത് ഇറാഖിലേക്കുള്ള പാതയിൽ സഞ്ചരിച്ചു. പക്ഷേ കുറച്ചു ദൂരം പിന്നിട്ടതും ശബ്ദം ഉയർന്നു കേട്ടു. വേഗം രക്ഷപ്പെടൂ, അക്രമകാരികൾ വരുന്നു. ഇറാഖി പട്ടാളവും മറ്റും അവരെ തടയുവാൻ വേണ്ടി എത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു. വെടിയൊച്ചകൾ മുഴങ്ങിക്കേൾക്കുന്നുണ്ട്. എല്ലാവരും വസ്തുക്കൾ ഉപേക്ഷിച്ച് ഓടിയൊളിക്കാനും മറ്റും ആരംഭിച്ചു. കുതിരകൾ പല ദിക്കിലേക്കോടി. ജീവൻ മാത്രമായിരുന്നു എല്ലാവർക്കും പ്രധാനം. അവിടെ ഉണ്ടായിരുന്ന ഒരു ഹോളിനകത്തിറങ്ങിയിരുന്നായിരുന്നു അയ്യൂബ് തന്റെ ജീവൻ സംരക്ഷിച്ചത്. കഥ അവിടെ നിന്നും അയ്യൂബിന്റെ വീട്ടിലേക്ക് നീങ്ങുന്നു. അയ്യൂബിന്റെ വീട്ടിൽ അങ്കിൾ കുറച്ച് ആളുകളുമായിട്ട് എത്തിയിട്ടുണ്ട്. അയ്യൂബിന്റെ സഹോദരി റോജിനെ പെണ്ണ് കാണാൻ വന്നവരായിരുന്നു അവർ. ഇറാഖി മേഖലയിൽ നിന്നാണ് അവർ വന്നിരിക്കുന്നത്. അയ്യൂബിന്റെ അങ്കിൾ റോജിനെ വിവാഹം കഴിക്കാനായി വന്നവരുടെ കുടുംബവുമായി പണത്തിന്റെയും മറ്റും കാര്യങ്ങൾ പറഞ്ഞ് ചർച്ചകൾ മുമ്പോട്ടേക്ക് കൊണ്ടുപോവുകയായിരുന്നു. ഒടുവിൽ എല്ലാം ഒരു തീരുമാനത്തിലെത്തി. റോജിനെ വിവാഹം കഴിക്കാം, പക്ഷേ പകരം വരന്റെ കുടുംബം മാഡിയുടെ ട്രീറ്റ്മെന്റിന്റെ കാര്യങ്ങൾ നോക്കണം. വരന്റെ കുടുംബം അതിന് സമ്മതിച്ചതോടെ എത്രയും പെട്ടെന്ന് തന്നെ വിവാഹത്തിനുള്ള ഡേറ്റ് നിശ്ചയിക്കപ്പെട്ടു. റോജിൻ പിന്നാലെ ചായയുമായി അങ്ങോട്ടേക്ക് കടന്നു വന്നു. വരനായിട്ടുള്ള വ്യക്തി റോജിനെ കണ്ടതും ഒരുപാട് ഇഷ്ടപ്പെട്ടു. ഈ സമയത്ത് അയ്യൂബ് അങ്ങോട്ടേക്ക് എത്തിയിരുന്നു. വീടിനു വെളിയിൽ കുറെ ഷൂസ് കണ്ട് പിൻഭാഗത്തൂടെ അവൻ റോജിനടുത്തെത്തി. എന്താ പുറത്ത് കുറെ ഷൂസ് കാണുന്നേ, എന്താ കാര്യം? അയ്യൂബ് ചോദിച്ചു. റോജിൻ പറഞ്ഞു, എന്നെ പെണ്ണ് ചോദിച്ച് ഒരു കൂട്ടർ വന്നിട്ടുണ്ട്. അത് കേട്ടതും അയ്യൂബിനാകെ വല്ലായിക തോന്നിയിരുന്നു. അങ്കിളിനെ പുറത്തേക്ക് വിളിക്കാൻ അയ്യൂബ് റോജിനോട് പറഞ്ഞു. നീ തന്നെ വിളിച്ചാ മതി എന്ന് പറഞ്ഞ റോജിൻ അകത്തേക്ക് പോയി. അയ്യൂബിന് ദേഷ്യം വന്നു. റോജിനെ അയ്യൂബ് വഴക്ക് പറഞ്ഞു. ഒടുവിൽ റോജിൻ പോയി അങ്കിളോട് പുറത്തു വരാൻ പറഞ്ഞു. അങ്കിൾ പുറത്തെത്തി. അയ്യൂബ് ചോദിച്ചു, റോജിന്റെ വിവാഹക്കാര്യത്തെപ്പറ്റി എന്നോടൊന്ന് ചോദിച്ചതുപോലുമില്ലല്ലോ, എന്താ ഞാൻ നിന്റെ അനുവാദം വാങ്ങണോ എന്നായിരുന്നു അങ്കിളിന്റെ ധാർഷ്ട്യത്തോടെയുള്ള ചോദ്യം. അയ്യൂബ് പറഞ്ഞു, ഞങ്ങളുടെ പാരന്റ്സ് മരണപ്പെട്ടു. ഞാനല്ലേ കുടുംബത്തിലെ മൂത്തത്, ഞാനല്ലേ കുടുംബം നോക്കുന്നത്. അപ്പോ എന്റെ അടുത്ത് കൂടി ആലോചിക്കേണ്ട ഉത്തരവാദിത്തമില്ലേ? അയ്യൂബിന്റെ ആ വാക്കുകൾ അങ്കിളിന് തീരെ ഇഷ്ടപ്പെട്ടില്ല. അങ്കിള് അയ്യൂബിനെ തല്ലി. അയ്യൂബിന് സങ്കടവും ദേഷ്യവും വന്നു. കരഞ്ഞുകൊണ്ട് അവൻ ആ വീട്ടിൽ നിന്നും ഇറങ്ങി പുറത്തേക്ക് പോയി. റോജിൻ അയ്യൂബിന്റെ പിന്നാലെ പോയിരുന്നു. നടന്ന് അവരൊരു മലഞ്ചെരുവിലേക്ക് എത്തി. അയ്യൂബ് റോജിനോട് ചോദിച്ചു, നീ നിന്റെ സ്വന്തം ഇഷ്ടപ്രകാരമാണോ ഈ വിവാഹത്തിന് സമ്മതിച്ചത്? നിനക്ക് എല്ലാ കാര്യങ്ങളും നേരത്തെ അറിയാമായിരുന്നോ? റോജിൻ പറഞ്ഞു, മാഡിക്ക് വേണ്ടിയാണ് ഞാൻ ഈ വിവാഹത്തിന് സമ്മതിച്ചത്. നമുക്ക് മറ്റു വഴികളൊന്നുമില്ല. ഞാൻ ഈ വിവാഹത്തിന് തയ്യാറായാൽ അവർ മാഡിയെ ചികിത്സിച്ചോളും. ഇക്കാക്ക നമ്മുടെ കുടുംബത്തിന് വേണ്ടി ഒരുപാട് ചെയ്യുന്നുണ്ട്. പക്ഷേ ഇക്കാക്ക ഒറ്റയ്ക്ക് അധ്വാനിച്ചതുകൊണ്ട് മാത്രം മാഡിയുടെ ചികിത്സയ്ക്കുള്ള പണം കണ്ടെത്താനൊന്നും പറ്റില്ല. എനിക്കെന്റെ പാരന്റ്സിനെ നഷ്ടപ്പെട്ടു. എന്റെ സഹോദരൻ എന്റെ കൺമുമ്പിൽ ചികിത്സ കിട്ടാതെ മരിക്കുന്നത് കണ്ടു നിൽക്കാൻ എനിക്ക് പറ്റില്ല. അയ്യൂബ് മറുപടിയൊന്നും പറഞ്ഞില്ല. അവന് ഹൃദയത്തിൽ വല്ലാത്ത ഭാരം അനുഭവപ്പെട്ടു. അടുത്ത ദിവസമായിരുന്നു മാഡിയുടെ അവസാന ഇഞ്ചക്ഷന്റെ ദിവസം. ഇഞ്ചക്ഷൻ എടുക്കാൻ മാഡിയെ ഡോക്ടറുടെ അടുക്കലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. ഇഞ്ചക്ഷനും എടുത്തു. അധികം വൈകാതെ റോജിന്റെ വിവാഹ ദിവസം എത്തി. റോജിൻ ഭർത്തൃഗൃഹത്തിലേക്ക് പുറപ്പെടുകയാണ്. തന്റെ അടുപ്പക്കാരായ ഓരോരുത്തരോടും റോജിൻ യാത്ര പറഞ്ഞു. പിന്നാലെ അവൾ കുതിരപ്പുറത്തേറി. അങ്കിളിനോട് തന്റെ സഹോദരങ്ങളെ നോക്കിക്കോളണേ എന്ന് റോജിൻ കണ്ണീരോടെ പറഞ്ഞു. അയ്യൂബ് അങ്ങോട്ടേക്ക് ചെന്നിരുന്നില്ല. ദൂരെ നിന്നും വേദനയോടെ അവൻ അതൊക്കെ നോക്കിക്കണ്ടു. പക്ഷേ റോജിൻ പുറപ്പെട്ടു തുടങ്ങിയതും അയ്യൂബിന് സഹിച്ചില്ല. ഒരു ഭ്രാന്തനെ പോലെ അവൻ അവിടെ നിന്ന് ഓടിയിറങ്ങി ചെന്നു. പക്ഷെ അപ്പോഴേക്കും റോജിനും സംഘവും കുറച്ചധിക ദൂരം പിന്നിട്ടിരുന്നു. അയ്യൂബ് നിന്നില്ല. മലനിരകളിലൂടെ അവൻ തന്റെ സഹോദരിക്കടുത്തേക്ക് ഓടി. ഒടുവിൽ ഓടിയോടി റോജിനും സംഘത്തിന്റെയും അടുത്തേക്ക് അവൻ എത്തിച്ചേർന്നു. അയ്യൂബിന്റെ അങ്കിളാണ് സംഘത്തെ മുന്നിൽ നിന്ന് നയിക്കുന്നത്. അവരൊടുവിൽ ഇറാഖി ബോർഡറിലെത്തി. വരന്റെ ആളുകൾ വലിയ സന്നാഹത്തോടെ അവിടെ കൂടിയിട്ടുണ്ടായിരുന്നു. അവർ അങ്കിളിനെയും അയ്യൂബിനെയും റോജിനെയും വരവേറ്റു. അയ്യൂബിനും അങ്കിളിനും ഇനി മുന്നോട്ടേക്ക് പോവാൻ പറ്റില്ല. അവന്റെ കണ്ണുകൾ നിറഞ്ഞിരുന്നു. തന്റെ സഹോദരി മറ്റൊരു രാജ്യത്തേക്ക്, മറ്റൊരു നാട്ടിലേക്ക് വിവാഹം ചെയ്തു പോകുന്നു. മാഡിയും അവളുടെ കൂടെ പോവുകയാണ്. വേദനയോടെയാണെങ്കിലും അങ്കിളും അയ്യൂബും തിരികെ നടക്കാൻ തുടങ്ങി. പെട്ടെന്നാണ് പിന്നിൽ നിന്ന് വലിയ ശബ്ദവും ബഹളവും ഒക്കെ കേൾക്കുന്നത്. നോക്കുമ്പോ റോജിനടുത്തേക്ക് മാഡിയുമായി ഓടി വരുന്നു. എന്താ കാര്യമെന്ന് അവർ ചോദിക്കും മുമ്പേ തന്നെ അവൾ പറഞ്ഞു, അവര് ബഹളം കൂട്ടുകയാണ്. മാഡിയെ സ്വീകരിക്കില്ല എന്നാണ് അവർ പറയുന്നത്. അത് ചോദ്യം ചെയ്യാൻ അയ്യൂബും അങ്കിളും അങ്ങോട്ടേക്ക് ചെന്നു.
പക്ഷേ റോജിന്റെ അമ്മായിയമ്മ വികലാംഗനായ മാഡിയെപ്പോലൊരു പയ്യനെ സ്വീകരിക്കാൻ തീർത്തും തയ്യാറാവുന്നുണ്ടായിരുന്നില്ല. അവർ പറഞ്ഞ വാക്കുകളിൽ നിന്നും അവർ പിന്മാറുകയായിരുന്നു. ഇതൊക്കെ വിവാഹത്തിന് മുമ്പ് പറഞ്ഞുറപ്പിച്ചതല്ലേ എന്ന മട്ടിൽ അങ്കിള് പറഞ്ഞപ്പോ വിവാഹമുറപ്പിച്ച സമയത്ത് താനവിടെ ഉണ്ടായിരുന്നില്ലല്ലോ എന്നായിരുന്നു അമ്മായിയമ്മയുടെ വാദം. ഒടുവിൽ അവർ അയ്യൂബിന്റെ അങ്കിളിന്റെ മുമ്പിലേക്ക് ഒരു ചോയ്സ് വെച്ചു. ഒന്നുകിൽ നിങ്ങൾക്ക് ഈ വിവാഹം ക്യാൻസൽ ചെയ്ത് നിങ്ങളുടെ മകളുമായി തിരികെ പോവാം, അല്ലെങ്കിൽ ഞങ്ങൾ നിങ്ങൾക്കൊരു കുതിരയെ തരാം. നിങ്ങളുടെ ആ വികലാംഗനായ പയ്യനെ അതിലിരുത്തി നിങ്ങൾക്ക് തിരികെ കൊണ്ടുപോകാം. അയ്യൂബിനും അങ്കിളിനും മുമ്പിൽ മറ്റു വഴികളുണ്ടായിരുന്നില്ല. അവർ കുതിരയെ സ്വീകരിച്ചു. മാഡിയുമായി അവിടെ നിന്ന് മടങ്ങാൻ തുടങ്ങി. റോജിനാകട്ടെ വിവാഹം ചെയ്ത വീട്ടിലേക്ക് ആ സംഘത്തിനൊപ്പം പോയി. കനത്ത തണുപ്പ് എങ്ങും ബാധിക്കുകയായിരുന്നു. മാഡിക്ക് തീരെ വയ്യാതായിക്കൊണ്ടിരിക്കുന്നു. കിട്ടിയ കുതിരയെ വിറ്റ് പണം സംഘടിപ്പിച്ച് അത് വെച്ച് മാഡിയെ ട്രീറ്റ് ചെയ്യാൻ അയ്യൂബ് ചിന്തിച്ചു. പക്ഷെ അതിന് ഇറാഖിൽ പോകണം. അവിടെ ചെന്നാൽ മാത്രമേ കുതിരയെ കച്ചവടം ചെയ്യാൻ പറ്റൂ. മാത്രമല്ല മാഡിയുടെ ചികിത്സാ സൗകര്യവും അവിടെ മാത്രമാണുള്ളത്. ഇറാനിൽ നിന്നും ഇറാഖിലേക്ക് കടന്നേ പറ്റൂ. ടയർ സ്മഗ്ലിംഗ് നടത്തുന്ന ഒരു ബ്രോക്കറുടെ അടുക്കൽ ചെന്ന് അക്കാര്യങ്ങൾ പറഞ്ഞ് അവൻ സംസാരിച്ചു. പക്ഷെ അയാൾ അയ്യൂബിനെയും മാഡിയെയും കൂടെ കൂട്ടാൻ വിസമ്മതിച്ചു. ആ യാത്ര അപകടം പിടിച്ചതാണെന്നും കുട്ടികൾ കൂടെ വന്നാൽ ശരിയാവില്ല എന്നുമായിരുന്നു അയാൾ പറഞ്ഞത്. അയ്യൂബ് അദ്ദേഹത്തോട് ഒരുപാട് തവണ അപേക്ഷിച്ചു. ഒടുവിൽ അവരെ കൂടെ കൂട്ടാൻ പാതി മനസ്സോടെ അയാൾ സമ്മതിക്കുകയാണ്. അടുത്ത ദിവസം മാഡിയുമായി ഇറാഖിലേക്ക് പോവാൻ അയ്യൂബ് വേണ്ട തയ്യാറെടുപ്പുകൾ നടത്തി. ആദ്യഘട്ടത്തിൽ കൊണ്ടുപോകാനുള്ള ടയറുകൾ കുതിരപ്പുറത്ത് വെച്ച് കെട്ടി. കൂട്ടത്തിൽ മാഡിയെയും ഇരുത്തി. വൈകാതെ അവർ യാത്ര ആരംഭിക്കുകയായിരുന്നു. അപ്പോഴാണ് ദൂരെ നിന്നും അമീനെ വിളിക്കുന്നത് കേട്ടത്. അയ്യൂബ് ഓടിച്ചെന്നു. അവർക്ക് പോകുന്ന വഴിയിൽ കഴിക്കാൻ കുറച്ചുണങ്ങിയ പഴങ്ങളുമായി അവൾ എത്തിച്ചേർന്നതായിരുന്നു. അയ്യൂബ് പിന്നാലെ അവിടെ നിന്നും പിന്നിൽ വെച്ച് കെട്ടിയിരിക്കുന്ന മാഡിയുമായി നേരെ കുതിരയുടെ അടുത്തേ കൂടി. അമീനെ പുറകിൽ നിന്ന് വിളിച്ചു പറഞ്ഞു തനിക്ക് സ്കൂളിൽ പോകാനുള്ള നോട്ട്ബുക്ക് വാങ്ങണേ എന്ന്. അയ്യൂബ് തിരിഞ്ഞു നിന്ന് അവളോട് വീട്ടിലേക്ക് പൊക്കോളാൻ പറഞ്ഞു. അയ്യൂബ് കുതിരയുമായി മാഡിയെ പുറത്ത് വെച്ച് കെട്ടി മുമ്പിലേക്ക് സഞ്ചരിച്ചുകൊണ്ടിരുന്നു. ഒടുവിൽ അവർ വലിയ മല കയറാൻ ആരംഭിച്ചിരുന്നു. പെട്ടെന്നാണ് മുന്നിൽ നിന്നും ഒരാൾ ഓടി വന്നത്. എന്തോ സംഭവിക്കുന്നു. അയാൾ വിളിച്ചു പറഞ്ഞുകൊണ്ട് ജീവൻ രക്ഷിക്കാൻ വിളിച്ചു പറഞ്ഞ് എങ്ങോട്ടേക്കൊക്കെയോ ഓടി മാറി. ആളുകൾ ജീവൻ സംരക്ഷിക്കാൻ പല വഴിക്ക് ചിതറിയോടുന്നുണ്ടായിരുന്നു. അയ്യൂബും കുതിരയുമായി അവിടെ നിന്ന് മാറാൻ ശ്രമിച്ചു. പക്ഷേ കുതിരയുടെ കാലുകൾ മഞ്ഞിൽ പൂണ്ടുപോയിരുന്നു. കുതിര എഴുന്നേൽക്കുന്നില്ല. അയ്യൂബ് പരമാവധി ശ്രമിച്ചു. ഒന്നും നടക്കുന്നുണ്ടായിരുന്നില്ല. സഹായത്തിന് അവൻ മറ്റുള്ളവരെ വിളിച്ചെങ്കിലും അവരെല്ലാവരും സ്വന്തം ജീവൻ നോക്കാനുള്ള തത്രപ്പാടിലായിരുന്നു. നിലത്തിരിക്കുകയായിരുന്ന മാഡി അതൊക്കെ കണ്ട് വേദനയോടെ കരയുന്നുണ്ട്. ഭാഗ്യവശാൽ ഒരാൾ സഹായത്തിനെത്തി. മഞ്ഞിൽ പൂണ്ടുപോയ കുതിരയെ അവർ ചേർന്ന് പിടിച്ചെഴുന്നേൽപ്പിച്ചു. അയാൾ പിന്നാലെ അവിടെ നിന്ന് ഓടി മാറി. പക്ഷേ കുതിര എഴുന്നേറ്റതും അയ്യൂബ് വീട്ടിലേക്ക് മടങ്ങിയില്ല. വീട്ടിലേക്ക് മടങ്ങിയിട്ട് പ്രത്യേകിച്ച് കാര്യമില്ലെന്നവൻ അറിയാമായിരുന്നു. ഇറാഖിന്റെ പാതയിലേക്ക് തന്നെ അവൻ തന്റെ യാത്ര തുടർന്നു. മുന്നിലേക്കുള്ള യാത്രയിൽ ഇരുമ്പ് കമ്പി ചുരുട്ടിയിട്ട് ബോർഡറായി തിരിച്ചിരിക്കുന്ന ഒരു ഭാഗത്ത് അവർ എത്തിച്ചേർന്നു. പരന്നു കിടക്കുന്ന ഭാഗത്തേക്ക് അയ്യൂബ് ഒന്ന് എത്തിച്ചു നോക്കി. അവനവിടെ നിന്നില്ല. ബോർഡർ മുറിച്ചു കടന്ന് കുതിരയുമായി ഇറാഖിലേക്ക് നടന്നു. അവിടെ ചലച്ചിത്രം അവസാനിക്കുകയാണ്. ശബ്ദം തെളിഞ്ഞു കേൾക്കുന്നു. ഒരു പെൺകുട്ടി ഒരു ഓഫീസറുടെ അടുത്ത് വന്നിരിക്കുകയാണ്. തന്റെ സഹോദരങ്ങളെ പറ്റി അന്വേഷിക്കാനും മൃതദേഹം തിരഞ്ഞു കണ്ടെത്താനും വേണ്ടിയാണ് അവളുടെ വരവ്. വന്ന ആ പെൺകുട്ടി അമേനയാണെന്നും അമേനയുടെ സഹോദരങ്ങൾ അയ്യൂബിനെയും മാഡിയെയും തിരഞ്ഞാണ് അവൾ വന്നിരിക്കുന്നത് എന്നും പറഞ്ഞുവെച്ച് യുദ്ധത്തിന്റെയും ദാരിദ്ര്യത്തിന്റെയും ബാക്കി പത്രങ്ങൾ വിളിച്ചോതി ചലച്ചിത്രം അവസാനിക്കുന്നു. ഏറെ ഹൃദയഭേദകമായ ഈ ഒരു ചലച്ചിത്രം നിങ്ങൾക്കിഷ്ടമായെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക. അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റുകളിൽ രേഖപ്പെടുത്തുക. കഴിയുമെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും കൂട്ടുകാർക്ക് ഷെയർ ചെയ്തു കൊടുത്തും ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. അടുത്ത എപ്പിസോഡിൽ മറ്റൊരു മികച്ച ചലച്ചിത്രവുമായി നമുക്ക് കണ്ടുമുട്ടാം. അതുവരെ ബൈ.